വലിയ റെയിൽവേ സ്റ്റേഷനല്ലേ കൽട്ടി. പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും ഒന്ന് നോക്കും. എന്തൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പൊന്നു. അടിപൊളി ഫീലിംഗാണ്. നമ്മൾ ഇപ്പോൾ അത് ലൈമിൻ്റെ ആപ്ലിക്കേഷനാണ്, ഇത് എല്ലായിടത്തും ഉണ്ടാവും. ശരിക്കും വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ നമ്മൾ ലോക്കലായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകണം. വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. ചെറിയ പൈസ ഊബർ വിളിക്കുന്ന പൈസ ഒന്നും ആവത്തില്ല. ഇത് നമുക്ക് നമ്മുടേതായ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ട് ഇൻ്റർനാഷണൽ ലൈസൻസ് ഒന്നും കൺവേർട്ട് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അത് ഇങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ അവിടെ കിട്ടുന്നൊരു ഫീലല്ലല്ലോ ഇവിടെ. വേറെ ലെവൽ ഫീൽ തന്നെ. ഇത് വെസ്റ്റേൺ യൂറോപ്പിലെ നല്ല ഈസ്റ്റേൺ യൂറോപ്പ് നല്ല ഫെസിലിറ്റീസാണ് റോഡിലൊക്കെ ആയിരിക്കും. പോകുന്ന പടുകൂറ്റം പള്ളിയായിരുന്നു. എത്ര 10-500 കൊല്ലം ഉണ്ടാവും ഓരോ പള്ളികൾ. ഇത്ര വലിയ ബിൽഡിങ് ഇതിന് വർഷം തന്നെ കെട്ടിപ്പോകും. നമ്മുടെ അവിടെ ഇന്ത്യയിലെ കുത്തബ്മിനാറും നമ്മുടെ താജ്മഹലൊന്നും മോശമല്ല. അതൊക്കെ വൻവൻ നിർമ്മിതികൾ തന്നെയാണ്. പക്ഷെ ഇവർ മൊത്തത്തിൽ വന്മാർ നല്ല സെറ്റിങ് ചെയ്ത് വയ്ക്കുന്നത്. അതൊക്കെ പൊളിക്കാതൊക്കെ പറഞ്ഞ് നിലനിർത്താനും റോഡിൽ സെപ്പറേറ്റ് ട്രാക്ക്, സൈക്കിൾ ട്രാക്കൊക്കെ ഇടുന്നുണ്ട്. രസമാണ്. കാൽപ്പനികത നിറഞ്ഞ സ്ഥലത്തോടെ പോണ പോലെ നമുക്ക് മലയാളികൾക്ക് എന്തായാലും ചെയ്യും.
അവിടെ പോയിട്ട് തിരികെ വരാം. ഓപ്പൺ സൈക്കിളിനൊക്കെ വേണമെങ്കിൽ പോകാൻ പറ്റും. നമ്മളൊരു ട്രിപ്പിന് വരുമ്പോൾ നിർബന്ധമായിട്ടേ നമ്മുടെ മൊബൈൽ ഡാറ്റ ഉണ്ടാക്കി വയ്ക്കുക, പിന്നെ ഒരു റോമിങ് മിനിറ്റ്സ് ഒക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പോലും ഇത് നല്ല പരിപാടിയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇങ്ങനത്തെ രാജ്യങ്ങൾ വരുമ്പോൾ പൈസ നോക്കാതിരിക്കുക. നമ്മൾ അവിടുത്തെ ഇവിടത്തേക്ക് വെച്ച് കൺവേർട്ട് ചെയ്താൽ നമുക്കൊരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു 10-25,000 രൂപയൊക്കെ പോകും. പക്ഷേ അതൊക്കെ പല പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, ആക്ടിവിറ്റീസ്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ അത് ആ പൈസ പിന്നീട് ഇഷ്ടംപോലെ ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് കുറേയൊക്കെ നമ്മുടെ ട്രിപ്പിൻ്റെ റൂമിലിരിക്കുന്നതിന് പകരമായിട്ട് നടത്തുകയാണെങ്കിൽ നല്ല രസമായിരിക്കും, മെമ്മറബിളായിരിക്കും. ഇപ്പം ഞാൻ അധികം ടൈമില്ല ബോർഡ് ചെയ്യാൻ. അപ്പോൾ ഉള്ള ടൈം കൊണ്ട് വിചാരിച്ചു ഒന്ന് ബുഡാപെസ്റ്റിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ, പ്രാന്തല്ല ഇത് ടൗൺ തന്നെയാണ്, ആ ഏരിയ കൂടെയൊക്കെ ഒന്ന് പോകാം. തീരുമാനം തെറ്റായില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. നല്ല രസമുണ്ട് പോകാനായിട്ട്. വണ്ടികളെല്ലായിടത്തും നമുക്ക് റെൻ്റൽ സൈക്കിളെല്ലാം കിട്ടുന്നത്, ഇരിക്കുന്നതൊക്കെ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെയാണ്. അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ബെഞ്ചിലൊക്കെ വന്നിരിക്കുക വേറെ വലിയ സംഭവം. വേറെ പച്ചപ്പും ഹരിതാപയൊക്കെ ആണല്ലോ സാറ് ഇവിടെ. ശരിക്കും ആ ഹോട്ടലിരിക്കുന്നത് എനിക്ക് ഫ്ലൈറ്റ് ഡിലേ വന്നുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത ഹോട്ടലിരിക്കും. നല്ല കൺവീനിയൻ്റ് ആയിട്ട് പണിതിട്ടുണ്ടാവും. കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാനുണ്ട്. ചരിത്ര നിർമ്മിതി ആയിരിക്കും ആർക്കറിയാം. വലിയ സ്റ്റേഡിയം ഉണ്ടോ, ഫുട്ബോൾ സ്റ്റേഡിയം അല്ലോ. സ്റ്റേഡിയം കേട്ടോ. ഇവിടെ പിന്നെ ഫുട്ബോൾ ഭ്രാന്തന്മാരായതുകൊണ്ട് അതിൻ്റെ തന്നെ ആയിരിക്കും. സ്റ്റെഫിനിയ വലിയ ക്ലബുകളുടെയൊക്കെ ഹോം ഗ്രൗണ്ട് ആയിരിക്കും. കുറേ സ്റ്റേഡിയങ്ങൾ കാണുന്നുണ്ട്. അടിപൊളി പാർക്കാണല്ലോ. ശരിക്കും ആ ടൈപ്പ് സൈക്കിൾ എടുത്തിട്ടാണ് പോകേണ്ടത്. പാർക്കിലേക്കൊക്കെ എൻട്രി ഉണ്ട് കേട്ടോ. ഫ്രീ എൻട്രി ആയിട്ടാണ്. എന്തൊക്കെ ഗുസ്തി നടക്കുന്ന സ്ഥലമാണ്. യാത്ര ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ലാസ്റ്റ് ഹോട്ടലിലേക്ക് തിരിച്ചെത്താനുള്ള വഴിയാണ് നോക്കേണ്ടത്.
ഭംഗി. സത്യം പറഞ്ഞാൽ ആ വഴി എടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ ലൊക്കേഷൻ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഇതാകുമ്പോൾ നേരെ അടുത്ത് പോയി പിന്നെ ലെഫ്റ്റ് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റും. റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ കിട്ടിയില്ല. ഹോട്ടൽ പേര് എക്സാക്ട്ലി ഡാനൂബിയ എന്നടിക്കും കുറേ പേരുന്നാണ്.